നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരവും ഏറ്റവും ഉയരം കൂടിയതുമായ ഒരു ട്രെക്കിംഗ് സ്പോട്ടിലാണ്. അതെ, കുളുക്കുമലൈ. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒന്നാമത്തെ ട്രെക്കിംഗ് സ്പോട്ടായ മീശപ്പുലിമല കാണാവുന്നതാണ്. നമ്മുടെ നേരെ മുന്നിൽ കണ്ടിരുന്ന ആ ഒരു മലയാണ് മീശപ്പുലിമല. അപ്പോൾ നമ്മൾ കുളുക്കുമലയിലേക്ക് എത്തുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും കയറി കാണുക. അപ്പോൾ നമ്മുടെ കുളുക്കുമല വ്ളോഗിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുളുക്കുമലയിൽ എത്തിയതിന് ശേഷം സൂര്യോദയം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി വരുന്നതാണ് ഈ കാണുന്ന ജാഗോർ പാറ കാണാൻ വേണ്ടിയിട്ട്. ആ ജാഗോർ പാറയുടെ നേരെ ഓപ്പോസിറ്റ് ആ കാണുന്നതാണ് നമ്മുടെ മീശപ്പുലിമല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജാഗോർ പാറ നമുക്ക് ഈ ഒരു പ്രത്യേക ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു പുലിയുടെ രൂപമായി തോന്നുന്നത്. നമ്മൾ പല ചിത്രങ്ങളിലും ഫോട്ടോകളിലും വീഡിയോകളിലും എല്ലാം കാണുന്നത് പോലെ നമുക്ക് അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ദുഷ്കരമായ പ്രവൃത്തി തന്നെയാണ്. കാരണം അവിടെ അതുപോലെ തിരക്കായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒഴിവ് ദിവസങ്ങളിലല്ലാതെ ഇട ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും അധികം ആൾക്കാരുണ്ടായിരിക്കില്ല. ഞങ്ങളിത് വന്നിട്ടുള്ളത് ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നിറയെ ആളുകളായിരുന്നു അവിടെ. ഏകദേശം അത്യാവശ്യം സമയം ഞങ്ങൾ അവിടെ അതിൻ്റെ ഒപ്പം നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ചിലവഴിച്ചു. ഫോട്ടോ എടുക്കേണ്ട കാര്യവും വീഡിയോ എടുക്കേണ്ട കാര്യവും കുറച്ച് കഷ്ടമായതുകൊണ്ട് തന്നെ വീഡിയോ ഓൺ ചെയ്ത് തന്നെ അതിന് മുന്നിൽ നിന്നു. കാരണം അതിനോട് ചേർന്ന് നിന്നുള്ള വീഡിയോസോ ഫോട്ടോസോ എടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിയില്ല. എടുത്തവർ തന്നെ പിന്നെയും വേറെ പോസുകളിലുള്ള ഫോട്ടോസ് എടുക്കുന്നത് കാരണം തന്നെ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവിടെ വരുന്നവരൊരു പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് മാറേണ്ടതാണ്. കാരണം ബാക്കിയുള്ളവർക്ക് കൂടി അതിനുള്ള അവസരം നൽകേണ്ടതാണ്. അങ്ങനെ ജാഗോർ പാറയെല്ലാം കണ്ടു കഴിഞ്ഞ് മീശപ്പുലിമലയുടെ അതിമനോഹരമായ കാഴ്ചയും കണ്ടുകൊണ്ട് നമ്മൾ തിരിച്ചു കയറി തുടങ്ങി. തിരിച്ചു പോകുമ്പോഴേക്ക് ഏകദേശം സൂര്യോദയം കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം വെളിച്ചം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു ട്രെക്കിംഗ് സ്പോട്ടിലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരം തന്നെയായിരുന്നു. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഈ ഒരു സ്ഥലത്തേക്കുള്ള നടത്തം എന്ന് പറയുന്നത് അതികഠിനമൊന്നുമല്ല. പക്ഷേ ഇതിലേക്ക് വരുന്ന ഓഫ് റോഡ് ജീപ്പ് ട്രക്കിംഗ് ആണ് നമുക്ക് കുറച്ച് കഠിനമായി തോന്നുക. ഇവിടെ എങ്ങും നോക്കിയാലും യാതൊരുവിധ സുരക്ഷാ കവചങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ മലയിറങ്ങുമ്പോഴും കയറുമ്പോഴും നമ്മൾ നമ്മുടെ സ്വന്തം സുരക്ഷ നമ്മൾ തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. ശരിയായ രീതിയിൽ കുളുക്കുമലയെ ആസ്വദിക്കണമെങ്കിലും ഈ ഒരു പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് കുറച്ച് സമയം വിശ്രമിക്കണമെങ്കിലും നിങ്ങൾ ഒരു ദിവസം നോക്കി വരുന്നതായിരിക്കും നല്ലത്. ഇവിടെ നിന്നുള്ള പ്രത്യേകതകളിലൊന്നാണ് 360 ഡിഗ്രിയിലുള്ള വ്യൂ. എവിടേക്ക് നോക്കിയാലും അതിമനോഹരമായ കാഴ്ചകൾ മാത്രമാണ് ഇവിടെ കാണാനുള്ളത്. കുളുക്കുമലയിലേക്ക് വരുന്നതിനായി നമുക്ക് 2 മാർഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഒന്നെങ്കിൽ നമ്മൾ തലേ ദിവസം വന്ന് ട്രെക്കിംഗ് പ്ലാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടൂർ കമ്പനിയെ, അതായത് ഏതെങ്കിലും ഒരു റിസോർട്ടിനെ, ടെൻറ്റ് സ്റ്റേ ഉൾപ്പെടെ ചെയ്യുന്ന ഒരു റിസോർട്ടിനെ ബന്ധപ്പെടുകയാണെങ്കിൽ തലേ ദിവസത്തെ ടെൻറ്റ് സ്റ്റേ, അവിടെ നിന്നുള്ളൊരു ട്രെക്കിങ്, പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം അടക്കം നമുക്കൊരു പാക്കേജ് എടുത്തിട്ട് വരാവുന്നതാണ്. ഏകദേശം ഒരാൾക്ക് 1800 രൂപ 2000 രൂപയുടെ ഉള്ളിൽ മാത്രമേ ആകുകയുള്ളൂ. അല്ല എങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് താഴെയുള്ള ഓഫ് റോഡ് ജീപ്പിങ്ങിൽ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കയറാവുന്നതാണ്. ഈ 2 രീതിയിൽ നമുക്ക് എത്താവുന്നതാണ്. വരുന്നവർ പരമാവധി രാവിലെ നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കുക. കാരണം എന്തെന്നാൽ രാവിലെ നേരത്തെ എത്തുമ്പോഴാണ് അതിമനോഹരമായ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുക. അതായത് മേഘങ്ങളുടെ ഉള്ളിൽ നിന്നും സൂര്യൻ ഉദിച്ചുയരുന്ന ആ മനോഹര ദൃശ്യം കാണണമെങ്കിൽ അതിരാവിലെ തന്നെ നമ്മൾ എത്തേണ്ടതാണ്. ഇതൊരു ഹിൽ ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നായിരിക്കും നമുക്ക് സൂര്യോദയം ആദ്യം കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ എത്തുക എന്നത് മാത്രമാണ് നമുക്ക് അത് കാണാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എത്തുന്നതിന് മുന്നേ ഗൂഗിളിൽ കുളുക്കുമലയിലെ സൺറൈസിൻ്റെ സമയം നോക്കുകയാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും നോക്കി നമുക്ക് എത്രയും പെട്ടെന്നാക്കാം നമ്മുടെ യാത്രകളെല്ലാം. നമുക്കിനി കുറച്ചു നേരം ഇവിടുത്തെ ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടക്കാം.
ഞങ്ങൾ താഴെ ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ ഒരുപാട് പേർ കുളുക്കുമലയിലേക്ക് നേരം വൈകിക്കൊണ്ട് കയറി പോകുന്നത് കാണാമായിരുന്നു. നേരം വൈകി വരികയാണെങ്കിൽ അവിടെ ഒരുപാട് വെളിച്ചമായിരിക്കും. അതുപോലെ തന്നെ ക്ലൈമറ്റ് തണുപ്പ് അല്ല എങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി തോന്നുകയും ചെയ്യും. ഈ കാണുന്നതെല്ലാം ഇവിടേക്ക് വന്ന ആളുകൾ വന്ന ജീപ്പുകളാണ്. ഒട്ടനവധി ജീപ്പുകളാണ് ഇവിടെ ഇതുപോലെ വന്നിട്ടുള്ളത്. 4x4 ജീപ്പുകൾക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം. അതും ഈ ട്രെക്കിങ്ങിന് വേണ്ടി പ്രത്യേക പാക്കേജുകൾ എടുത്തു വരുന്ന ജീപ്പുകൾക്ക് വേണ്ടി മാത്രം. നമ്മുടെ സ്വന്തം വാഹനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. ഈ വരുന്നവരെല്ലാം ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്നും പാക്കേജ് എടുത്ത് പോകുന്നവരാണ്. പോകും വഴിക്ക് ഈ ഒരു ചേട്ടന് നമ്മുടെ ക്യാമറ കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി. ഇതെന്താണ് ഇങ്ങനത്തെ ഒരു ക്യാമറ എന്ന്. അങ്ങനെ കുളുക്കുമലയിലെ സൂര്യോദയവും ജാഗോർ പാറയും അതുപോലെ തന്നെ കുളുക്കുമലയിൽ നിന്നുള്ള മീശപ്പുലിമലയുടെ അതിമനോഹരമായ കാഴ്ചയും കണ്ടുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. നമ്മൾ കുളുക്കുമലയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഓഫ് റോഡ് ട്രെക്കിങ്ങിൻ്റെ ഈ ഒരു വിഷ്വൽസ് നമുക്ക് പകർത്താൻ സാധിച്ചിരുന്നില്ല. കാരണം എന്തെന്നാൽ വെളിച്ചം വീഴുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവിടെ എത്തിയിരുന്നു. ഇവരുടെ ഈ ഒരു ജീപ്പിൽ കുത്തിക്കുലുങ്ങിയുള്ള ഈ ഒരു ഓഫ് റോഡ് യാത്ര എന്ന് പറയുന്നത് അതിമനോഹരം തന്നെയായിരുന്നു. അതുപോലെ തന്നെ സാഹസികവുമായിരുന്നു. നമ്മൾ കുളുക്കുമലയിലേക്ക് സഞ്ചരിക്കുന്നത് തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ്. ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കുളുക്കുമലയിലാണ്. ഈ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ ഈ ഓഫ് റോഡ് ജീപ്പുകൾ വരുന്നത് കാണാൻ അതിമനോഹരമായ കാഴ്ച തന്നെയായിരുന്നു. ഒരു ദിവസത്തിൽ 50-ൽ കൂടുതൽ ജീപ്പുകളാണ് അത്രേ ഈ ഒരു മല കയറി ഇറങ്ങുന്നത്. ഏകദേശം 9 പേർക്കോളം യാത്ര ചെയ്യാൻ പറ്റുന്ന ജീപ്പുകളാണ് കൂടുതലും ഇവിടെ ഉള്ളത്. നമ്മൾ സഞ്ചരിക്കുന്ന ജീപ്പിലാണെങ്കിലോ വളരെ ഒച്ചത്തിൽ പാട്ട് വെച്ചുകൊണ്ടാണ് ആ ചേട്ടൻ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാട്ടിനനുസരിച്ച് നമ്മൾ ഡാൻസ് കളിച്ചില്ലെങ്കിലും ഗട്ടർ ചാടുമ്പോൾ നമ്മൾ അതുപോലെ ആയിരിക്കും. തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് ചിലയിടങ്ങളിൽ നമുക്ക് ഇതുപോലെ അവർ ജീപ്പ് നിർത്തി തരും. നമുക്ക് ഇവിടെ ഇറങ്ങി ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ നിന്ന് ഫോട്ടോകളും വീഡിയോകളും എല്ലാം എടുക്കാവുന്നതാണ്. ഇവിടെ വന്ന് നിർത്തുമ്പോഴുള്ള വേറെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഓഫ് റോഡ് ജീപ്പുകൾ ഇതുപോലെ ഇറങ്ങി പോകുന്നത് കാണാൻ സാധിക്കും. നമ്മളിവിടെ നിർത്തിയ ഈ ഒരു കുറച്ച സമയത്തിനുള്ളിൽ തന്നെ ഏകദേശം 10-ൽ കൂടുതൽ ജീപ്പുകളാണ് നമ്മളെ കടന്നു പോയിട്ടുള്ളത്. ഇവിടെയൊന്നും നിന്നാൽ നമുക്ക് മീശപ്പുലിമലയുടെ ഭാഗങ്ങളോ കുളുക്കുമലയുടെ ഭാഗങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നതല്ല. ജീപ്പിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുന്നത് ഓഫ് റോഡ് ജീപ്പുകൾ ഇറങ്ങിപ്പോകുന്നത് കാണാൻ തന്നെയായിരിക്കും. അതിനുശേഷം മാത്രമേ നമ്മൾ തേയിലത്തോട്ടങ്ങൾക്കിടയിലേക്ക് പോവുകയുള്ളൂ. തേയിലത്തോട്ടങ്ങൾക്കിടയിലേക്ക് വന്നാൽ അവിടെ നിന്ന് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് പരന്നു കിടക്കുന്ന വളരെയധികം ഉയരത്തിലോട്ടുള്ള തേയിലത്തോട്ടങ്ങളാണ്. ഗൈസ്, അങ്ങനെ ട്രക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ക്യാമ്പിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. ട്രക്കിങ് നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് അധികമൊക്കെ നടന്നൊന്നും കയറാണ്ടായിരുന്നില്ല. മറ്റേ പിന്നെ പുലിയിലെ മറ്റേ എന്തിട്ടാ പറയുക, ആ ഒരു സംഭവമില്ല എന്നിട്ട് പറയുന്നത്. അയ്യോ എടാ മറ്റേ സംഭവം ടൈഗറിന് എന്നിട്ട് പറയാടാ, അതല്ലടാ മറ്റേ ജാഗോർ പാറ. അതൊക്കെ നൈസായിരുന്നു കേട്ടോ. അത് അവിടെ നിന്ന് കാണുമ്പോൾ ഒന്നുമില്ല, ആ കൂടി എന്തെന്നാ ചെറിയൊരു പാറ അല്ലേ ആ സംഭവം. പക്ഷെ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴാണ് ആ ഒരു വ്യൂ. ബാക്കി എവിടെ നോക്കിയാലും ഒരു തങ്ങി മനസ്സിലാവില്ല ജാഗോർ പാറ എന്നുള്ളതൊന്നും. പിന്നെ ആ കൂടി വളരെ ചെറുതാണ്. അത് ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ പോകണ്ടപ്പോൾ തോന്നില്ലേ, അത്രയ്ക്കൊന്നും ഇല്ല ജാഗോർ പാറ. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ പല ആംഗിളിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ക്യാമ്പിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക്. വളരെ നമ്മൾ മറ്റേ ഫോട്ടോയിലാണ് പോകേണ്ട സാധനം പോലെ തോന്നുന്നു അല്ലേ. അങ്ങനെ പക്ഷെ സംഭവം നൈസാട്ടാ. അപ്പോൾ നമുക്കിനി നമ്മുടെ ക്യാമ്പിൽ പോയിട്ട് നമ്മുടെ ക്യാമ്പിലേക്ക് നടന്നു പോകണ വഴിയാട്ടത്. നമ്മളതിൽ ബൈക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ബാക്ക് ടു റീച്ച് അവർ ഡെസ്റ്റിനേഷൻ. നമ്മുടെ വണ്ടിയൊക്കെ മഞ്ഞ് ഒക്കെ തണുപ്പായിട്ടുള്ള ഇങ്ങനെ ഒളിച്ച് സെറ്റായിരിക്കുന്നുണ്ട്.
എല്ലാ വണ്ടിയും ഉണ്ട് കേട്ടോ. നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൽ ഇഡ്ഡലി ഇഷ്ടം പോലെ ഇഡ്ഡലി ഉണ്ട്, ദോശയുണ്ട്, ഇതേപോലെ തന്നെ ചട്നി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ രാവിലെയുള്ള അവിടെ നിന്നുള്ള വ്യൂ. ഇപ്പം ഏകദേശം 9 മണിയല്ല, സമയം ഏകദേശം 8:38. 8:38 നമ്മൾ തിരിച്ച് നമ്മുടെ ക്യാമ്പിലെത്തി. ഇത് ഇന്നലത്തെ തണവ് തന്നെ തോന്നുന്നു ക്യാമ്പിൽ അടക്കം നനഞ്ഞിരിക്കണോ കണ്ടോ. വി ആർ ബാക്ക് ടു അവർ ക്യാമ്പ്. ഇതാണ് നമ്മൾ ഇന്നലെ മറ്റേ പാട്ട് വയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു സ്പീക്കർ എന്ന് പറയുന്നത് നൈസായിരുന്നു. അതൊന്നും അധികം എടുത്തില്ല കാരണം ഇന്നലെ മറ്റേ ട്രക്കിങ്ങിന് വേണ്ടി ടയർഡായി. എന്നാ ഓക്കെ അല്ലേ? പോയിട്ട് വന്നു, കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ക്ലൗഡ് ബെഡ് കുറച്ച് കുറവാണ് കിട്ടുള്ളൂ, എന്നാലും സംഭവം അടിപൊളിയായിരുന്നു. ട്രക്കിങ് കുറച്ച് നേരം വൈകിയെങ്കിലും കറക്റ്റ് സൂര്യൻ പോകുന്ന സമയത്ത് എത്തി. നമ്മുടെ ക്യാമ്പിൽ നമ്മൾ 3 ടെൻ്റിലാണ്ട് വേറെ കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു. അവരും തൃശ്ശൂർ നിന്നുള്ളവരായിരുന്നു. അവൻ്റെ വണ്ടി ഷർട്ടൊക്കെ അവിടെ ചൂടാക്കിയൊക്കെ വയ്ക്കുന്നുണ്ട്. നമുക്ക് ഇനി വല്ലതും കഴിക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതേ നല്ല വലിയ പ്ലേറ്റ്, അതാണ് നമുക്ക് ആവശ്യത്തിലധികം എടുക്കാം. ഇതൊക്കെ അൺലിമിറ്റഡ് ആട്ടോ. അപ്പോൾ ദോശ 1 2 3 4 ഞാൻ വന്നെടുക്കാം. അത് പറഞ്ഞുള്ളൂ. ഇത് ഇഡ്ഡലി 1 2 3 ഭംഗിക്ക് 3 മതി. ഇപ്പോൾ ഇനി ഒരു വട നീ അല്ല പറഞ്ഞ മുതലാക്കണം. ഇങ്ങനെ പറയുമ്പോൾ 4 ദോശയും 3 ഇഡ്ഡലി ഇടാം. അപ്പോൾ ഗൈസ് നമുക്ക് തീർത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട സാമ്പാർ ചട്നി നമുക്ക് സാധനങ്ങൾ ഉപയോഗിക്കാം. ഇതേ ചട്നി കണ്ടിട്ട് നല്ല ചട്നിയാന്ന് തോന്നുന്നുണ്ട്. ഇട്ടിക്കട്ടെ. ഓക്കെ, ഇത്ര മതി. ഇനി നമുക്ക് സാമ്പാറും നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നല്ല സാമ്പാറാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാറും സെറ്റ്. ഇനി നമുക്ക് ഇത് എടുത്തുകൊണ്ടുപോയിട്ട് തിന്നാം. നിങ്ങളിത് കണ്ടിട്ടേ എന്നെ കണ്ടിട്ടിരിക്കോട്ടെ എത്ര കുറച്ച് തിന്നുള്ളൂ എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, സായിപ്പിടോയ ഗൈസ്. അപ്പോൾ നമ്മൾ നല്ലൊരു പാട്ടും കേട്ട് ദേ ഇവിടെ കഴിച്ചുകൊണ്ട് വെക്കുക. അപ്പോൾ കഴിക്കണത് വേറെ വീഡിയോ എടുക്കുന്നില്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ക്ലെയിം പോയിട്ട് പാട്ടിൻ്റെ ഫുഡ് സെറ്റാട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് കാണാം.